ശ്രീ നിഷാദ്, വളരെ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ മൂക്കിൽ തൊടാൻ രണ്ട് രീതികളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ തൊടാം, ഇല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടി ഇങ്ങനെ തൊടാം. അപ്പോ ഞാൻ ഇങ്ങനെ തൊടാൻ ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നോർത്ത് ഇന്ത്യയിൽ പോപ്പുലേഷൻ പോളിസി അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഇംപ്ലിമെന്റ് ചെയ്ത ഇന്ത്യ ഗവൺമെന്റിന്റെ വളരെ തെറ്റായ നാം ഒന്ന് നമുക്കൊന്ന് എന്നുള്ള ലോക മണ്ടത്തരവും ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരവുമായ പോപ്പുലേഷൻ പോളിസി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവലംബിച്ച അല്ലെങ്കിൽ പിന്തുടരുന്നില്ല. അതവരുടെ വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞുകൊണ്ടാണ് പിന്തുടരുന്നില്ല. ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയ മെക്കാനിസത്തിലൂടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അത് കൃത്യമായി പിന്തുടരുന്നു. ഇപ്പൊ നമുക്ക് കണക്കെടുത്ത് നോക്കാം. കേരളത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടികൾ 1.8, കർണാടകത്തിൽ 1.7, ആന്ധ്രാപ്രദേശിൽ 1.7, തമിഴ്നാട്ടിൽ 1.8, തെലങ്കാനയിൽ 1.8. നോർത്ത് ഇന്ത്യയെ നോക്കിയാൽ ബീഹാറിൽ 3, ഉത്തർപ്രദേശിൽ 2.4, ഝാർഖണ്ഡിൽ 2.3, രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ ജനസംഖ്യ വല്ലാതെ കുറയുന്നു. ഇതാണ് സത്യം. യഥാർത്ഥത്തിൽ നമ്മുടെ പോപ്പുലേഷൻ പോളിസി പാളി എന്നുള്ളതാണ് സത്യം. നാം ഒന്ന് ഇനി പോട്ടെ, പാളി എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പണ്ടത്തെ നീഡിന് വേണ്ടി ആ പോപ്പുലേഷൻ പോളിസി നന്നായിരുന്നു. ഇനിയും പുതിയ ചൈന മാറ്റിയതുപോലെ ഒരു പോപ്പുലേഷൻ പോളിസി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം. ഈ സിംഗിൾ ചൈൽഡും ഡബിൾ ചൈൽഡും അല്ല, 2 to 3 വേണം. അതാണ് പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി പറഞ്ഞത്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, വനിതാ സംവരണവും ഈ വിഷയവും തമ്മിൽ കൂട്ടിക്കെട്ടുന്നതിലൂടെ നമ്മുടെ മോദിജി എന്ന ചാണക്യനായ അല്ലെങ്കിൽ വിദഗ്ധനായ രാഷ്ട്രതന്ത്രജ്ഞൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സുകാർ സമ്മതിക്കാത്തതുകൊണ്ട് വനിതകൾക്ക് നമുക്ക് സംവരണം നൽകാൻ കഴിഞ്ഞില്ല എന്നാണ്. യഥാർത്ഥത്തിൽ മോദിജി ആഗ്രഹിക്കുന്ന ശ്രീ ശശി തരൂർ ഒക്കെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നന്നായിട്ട് അത് പറയുന്നുണ്ട്. അതായത് വനിതാ സംവരണവും ഡീലിമിറ്റേഷനും കൂടെ ഒരുമിച്ച് കൂട്ടിക്കെട്ടുന്നതിലൂടെ ഈ നമ്പർ കൂടുന്നതും വനിതാ സംവരണവും തമ്മിൽ ഇന്റർലിങ്ക് ചെയ്യിക്കുക എന്നൊരു സ്ട്രാറ്റജിയാണ് മോദിജി എടുക്കുന്നത്. ഇതിന്റെ പ്രശ്നം, നമുക്ക് ബാക്കിയുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാം, പക്ഷെ സ്വയം പറ്റിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു കള്ളം പറഞ്ഞാൽ ബാക്കിയുള്ളവർ വിശ്വസിക്കുമായിരിക്കും, പക്ഷെ സ്വയം കള്ളം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സത്യസന്ധമായി നമ്മൾ ഈ വിഷയങ്ങൾ കാണണം. നിഷാദ് അടക്കമുള്ള നമ്മൾ മലയാളികൾ നമ്മുടെ ജനസംഖ്യാ പോളിസി തെറ്റിപ്പോയി എന്നും 2 to 3 kids, ഇതിനർത്ഥം 10 കുട്ടികൾ ഒരു വീട്ടിൽ വേണമെന്നല്ല. ഓവർ പോപ്പുലേഷനും അണ്ടർ പോപ്പുലേഷനും അപകടമാണ്. ഒപ്റ്റിമം പോപ്പുലേഷനാണ് വേണ്ടത്. 1. 2, ഇനി നമുക്ക് എന്തായാലും 10-40 വർഷം മിസ് ചെയ്തു, അത് മറ്റൊരു വിഷയം. ഇനിയും 2, നമുക്ക് ഈ ഡീലിമിറ്റേഷൻ എക്സസൈസ് ഇന്നല്ലെങ്കിൽ നാളെ ചെയ്തേ പറ്റൂ. അതോടൊപ്പം വനിതാ സംവരണവും വേണം. ഇപ്പൊ ഒരു കൺസെൻസസിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് വനിതാ സംവരണത്തെ ഇപ്പം പുഷ് ചെയ്യാൻ നോക്കണം, ഡീലിമിറ്റേഷനുമായി ഡീലിങ്ക് ചെയ്യണം. മോദിജിയുടെ രാഷ്ട്രീയ പദ്ധതി ഇത് രണ്ടും എന്തും ലിങ്ക് ചെയ്ത് കിടക്കണമെന്നുള്ളതാണ്. ഇതാണ് നിഷ്പക്ഷമായിട്ട്. അല്ലാതെ കോൺഗ്രസിന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തേക്കും വനിതാ സംവരണത്തോട് വിയോജിപ്പില്ലല്ലോ. അല്ല, വനിതാ സംവരണമുള്ള കാര്യങ്ങൾ ആക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ തലത്തിൽ കേരളത്തിൽ എല്ലാവർക്കും യോജിപ്പാണല്ലോ. എത്ര വനിതകളുണ്ട്? നിയമപരമായി വരണ്ട. CPM-ഉം കോൺഗ്രസും അടക്കം ഇന്റേണലി സീറ്റ് കൊടുക്കുന്നവർ കൊടുത്ത അല്ല, അത് വേറെ കാര്യമാണ്. അത് പാർട്ടികൾ സ്വീകരിക്കേണ്ട ആഭ്യന്തരമായ പരിപാടിയാണ്. ഇപ്പൊ നമുക്ക് തൃണമൂൽ കോൺഗ്രസ് സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക്കൽ ബോർഡിൽ 30% സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 28% ആൾക്കാർ മത്സരിച്ചു. അതൊക്കെ ഇന്റേണലാണ്. നമ്മൾ നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ബാധകമാകുന്ന ഒരു നിയമം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ നിയമത്തിൽ കൺസെൻസസ് ഉണ്ട്. വനിതാ സംവരണം നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ ബഹുഭൂരിപക്ഷം കക്ഷികളും ഒരുമിച്ച് ഒരു പേജിലാണുള്ളത്. പക്ഷെ മോദി അതിൻ്റെ കൂടെ ഈ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടി നോർത്ത് ഇന്ത്യക്ക് നമ്പർ കൂട്ടിയാലേ മറ്റേത് സമ്മതിക്കുമെന്ന് നിലയെടുക്കുമ്പോൾ മറ്റതിൻ്റെ അപകടമാണ് ഇതിനേക്കാൾ വലുതെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷം അത് ഒപ്പോസ് ചെയ്യാണ്. അതിന് മോദി എന്ത് ചെയ്യാണ്? അയ്യോ, വനിതാ സംവരണം സമ്മതിക്കുന്നില്ലേ എന്ന് വിലപിക്കുകയാണ്. അപ്പോൾ ഈ ഡീലിംഗ് എന്നുള്ള പണിയെടുക്കേണ്ടത് ആരാണ്? മോദിയല്ലേ, രാഹുലേ? ഞാൻ ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ, ഡീലിംഗ് ചെയ്യാന്നുള്ള പണി എടുക്കേണ്ടതും ഇത്തരം നെറേറ്റീവ്സ് ഉയർത്തിക്കൊണ്ടുവരുന്നതും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷമാണ്. പക്ഷെ അവർ ചെയ്യുമ്പം സത്യസന്ധമായ ആത്മാർത്ഥമായി കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ, ഇന്ദിരാഗാന്ധി നമ്മുടെ അഭിമാനമാണ്, പ്രതിഭ പട്ടേൽ അഭിമാനമൊന്നും അല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി അടക്കമുള്ള ചരിത്രം പറയുന്നതിനോടൊപ്പം നമുക്ക് പറ്റിപ്പോയ, പ്രത്യേകിച്ച് വസന്തിന്റെ പാർട്ടിയായ, ഞാൻ ഭരണത്തിൽ തിരിച്ചു വരണമെന്ന് കേരളത്തിൽ ആഗ്രഹിക്കുന്ന പാർട്ടിയായ കോൺഗ്രസിന് ചരിത്രപരമായി പറ്റിപ്പോയ പോപ്പുലേഷൻ പോളിസിയുടെ പാളിച്ച തുറന്നു പറയാതെ നമുക്കിത് മുമ്പോട്ട് പോകുന്നതിന് കാര്യമില്ല.